ഏയ് നീ ആടെ ഇതെന്താ ഇത്? സാർ ഓർഡർ ചെയ്താണല്ലോ ഓംലെറ്റ്. ഓംലെറ്റ് പുറത്തു വല്ല എഴുതി വെച്ചിരിക്കുന്നു. എന്താ സാർ, എന്താ കംപ്ലൈന്റ് നടത്തി വെച്ചാൽ പറയണമല്ലോ. എന്താ രാജ, എന്നതാ പ്രശ്നം? എന്റെ അടുത്ത് പറഞ്ഞാ പോരെ? മാറ്റണോ? എടോ എടുത്ത് മാറ്റിക്കൊടു. അങ്ങനെ വേണ്ട. ശിവൻകുട്ടി ഇതെടുത്ത് മാറ്റി വേറെ കൊടു. എടുക്കാനല്ലേ എന്നോട് പറഞ്ഞു. രാജ ഇങ്ങോട്ട് മാറിയിരിക്കും. എന്താ രാജ ഇത്? എന്താ ശന ഇത്? വേണ്ടേ അടിക്കണ്ട അടിക്കല്ലേ കിരൺ കിരൺ അടിക്കോടെ വിടാൻ എന്നെ. കിരൺ ഇങ്ങോട്ട് പറയാനാ പറഞ്ഞത്. കിരൺ ഞാൻ പറയുന്നത് കിരൺ ഞാൻ പറയുന്നത് കിരൺ കിരൺ ഇങ്ങോട്ട് വാ കിരൺ ഞാൻ പറയുന്നത് കിരൺ മാറാ ഇങ്ങോട്ട് വാ കിരൺ ഞാൻ പറയുന്നത് കിരൺ കിരൺ ഞാൻ പറയുന്നത് മാറി ഇങ്ങോട്ട് പറയുന്നത് ഇങ്ങോട്ട് വരാൻ കുടിച്ചോണ്ട് എന്ത് ബോറാ നീ കാണിച്ചത്? നാണക്കേട്. എന്ത് നാണക്കേട്? നിന്റെ ഭാര്യ ഒന്ന് തെമ്മാടത്തിനും കാണിച്ചാൽ തല്ലുടാ, എല്ലാത്തിനെയും തല്ലും. ആ ചുമ്മാ കുടിച്ച് ഫിറ്റായിട്ട് നീ വരുന്നുണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? അവന്മാരെ കൊണ്ട് തല്ലിക്കണോ? വിളിയണോ എല്ലാത്തിനെയും? എന്നിട്ട് തല്ലി കൊല്ലിക്കേ. വാ കിരൺ, ഞാനാ പറയുന്നത് അലക്സ്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന്? കിരൺ, എന്തിനാ നീ ഇങ്ങനെ കുടിച്ചത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുടിക്കരുതെന്ന്. കുടിച്ചാ നീ മഹാബോർണ. നീ മറന്നു അലക്സ്. ഇന്നത്തെ ദിവസം നീ മറന്നു. ഇന്ന് നവംബർ 18. That splendid great November 18th. പോട്ടെ, അത് കള. കുടിച്ചാലേ ഉള്ളൂ നിനക്ക് ഈ സെന്റിമെന്റ്സ് ഒക്കെ. നീ ഫിറ്റാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പോയിക്കോ. അലക്സ്, ഐ ആം സോറി. സോറി.
അപ്പോഴേ നീ ആരാടാ കുട്ടാ? കുട്ടാ വേണ്ട, നിന്നെ ഞാൻ കിട്ടുമെന്ന് വിളിക്കും. കിട്ടൂ കിട്ടൂ കിട്ടൂ. നീ ആരായാലും ഇന്നെന്റെ അതിഥിയാ. യു ആർ മൈ ഗസ്റ്റ് ടുഡേ. ഇന്ന് ടുഡേ November 18, you know. Sleep well. Sushi, my dear Sushi, and my dear son Rahul, a very, very happy death anniversary. കിട്ടു, നീ അറിയോ രാഹുലിനെ? എന്റെ മോൻ രാഹുലിനെ. കൃത്യം 1 വർഷം മുമ്പ് എന്നെ വിട്ടിട്ട് പോയ എന്റെ പൊന്നുമോനെ നീ അറിയോ? നീ എങ്ങനെ അറിയാനാ? ഗുഡ് നൈറ്റ്. സ്ലീപ്പ് വെൽ. നിങ്ങൾ ആർക്കെങ്കിലും അറിയാവോ ഇയാളെ? ബ്ലേഡ് കളിക്കാൻ മുറിയില്ലേ? വാ. അപ്പോഴേ ആശാൻ ആരാ? ഇന്നലത്തെ ഫിറ്റും പുറത്ത് എടുത്തുനിന്ന് വന്നേ ഉള്ളൂ. ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? എന്തു പറ്റി കൂട്ടാ? അല്ല കിട്ടു, സുഖമില്ലേ? ഓ, പനിക്കുന്നുണ്ടല്ലോ. വാ, പനിക്ക് മരുന്നും വാങ്ങി നിനക്ക് നല്ലൊരു ഉടുപ്പും നിക്കറും ഒക്കെ വാങ്ങി എന്നിട്ട് നമുക്ക് അച്ഛനും അമ്മയെ അന്വേഷിക്കാൻ പോവാം. വാ.
ഭാഗത്ത്. ആ ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചേംബർ സർക്കിൾ ഇൻസ്പെക്ടർ സൈമൺ. ഹലോ, ഇരിക്കും. താങ്ക് യു. ഇന്ന് വെളുപ്പിന് ഞങ്ങളുടെ ബി സെക്ഷനിലെ കടപ്പുറത്ത് ഡെഡ് ബോഡി അടിഞ്ഞു കയറി. അത് ഈ ഫാക്ടറിയുടെ ജനറൽ മാനേജർ വേണുഗോപാലിൻ്റെതാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വേണു? ആർ യു ഷുവർ? യെസ്, ഷുവർ. അതൊരു കൊലപാതകമാണ്. മൃതദേഹം തീരെ തടിയരുന്ന ഉദ്ദേശത്തിൽ പുറങ്ങളിൽ തള്ളിയതാണ്. 3-4 ദിവസത്തെ പഴക്കമെങ്കിലും കാണും അതിന്. ബോഡി ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറിയിലുണ്ട്. അദ്ദേഹത്തിന് ആരുണ്ട് വേണ്ടപ്പെട്ടവർ ഏറ്റുവാങ്ങാൻ? വേണുവിന് അമ്മ മാത്രമേ ഉള്ളൂ. അവര് കണ്ണു കാണാൻ മേലാത്ത അവശയായ ഒരു വൃദ്ധയാണ്. ബോഡി ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഓക്കെ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എനിക്കായതുകൊണ്ട് മിസ്റ്റർ സുരേഷിന്റെ ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് എനിക്ക് വേണം. അതായത് വേണുവിന്റെ വ്യക്തി ജീവിതത്തിലോ ബിസിനസ്സിലോ ഏതെങ്കിലും ശത്രുക്കളുള്ളതായോ? നോ, വേണുവിന് ഒരിടത്തും ഒരു ശത്രു പോലും ഇല്ല. എനിക്ക് ഉറപ്പാണത്. 10-28 വർഷം മുമ്പ് ഒരു അഗതിയായി എന്റെ വീട്ടിൽ കടന്നു വന്നതാണ് വേണു. സാറിന് കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്നിട്ട് അച്ഛന് ഒരു പ്രത്യേക വാത്സല്യം തോന്നിയതുകൊണ്ട് അച്ഛനാണ് വേണുവിനെ വളർത്തിയതും പഠിപ്പിച്ചതും ഈ ഫാക്ടറിയിൽ ജോലിക്കിരുത്തിയതും ഒക്കെ. എനിക്കാണെങ്കിൽ എന്റെ സ്വന്തം സഹോദരനെ പോലാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ഫാക്ടറിയിൽ MD ആയപ്പോ വേണുവിനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റുകയില്ല. ഈ ഫാക്ടറിയിലെ ഒറ്റ ജീവനക്കാരനും ഇതുവരെ വേണുവിനെതിരെ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ട് പോലുമില്ല. പണ്ട് മുതലേ മാസത്തിലൊരിക്കൽ അവൻ അമ്മയെ കാണാൻ പോകും. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുള്ള അവൻ ആ സമയത്ത് ഫാക്ടറി വക കാർ പോലും എടുക്കാറില്ല, ബസ്സിലാ പോവുക. അത്രയ്ക്ക് ക്ലീൻ ആയിരുന്നു വേണു. ആ വേണുവിനെ ആരെങ്കിലും കൊല ചെയ്യാന്ന് പറഞ്ഞാൽ, സർ ആർ യു ഡെഡ് ഷുവർ വേണു തന്നെയാണെന്ന്? യെസ്, ഡെഡ് ഷുവർ. എങ്കിൽ ഞാൻ ഉടനെ വരികയാണ്. ബോഡി ഏറ്റുവാങ്ങണം, അവന്റെ അമ്മയെ കാണണം. ശരി, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി മിസ്റ്റർ സുരേഷിന്റെ എല്ലാ സഹായവും എനിക്ക് വേണം. ഷുവർ. താങ്ക് യു. ബൈ. ബൈ. രഞ്ജിയെ വരാൻ പറ. സർ, വേണുവിനെ ആരോ കൊലപ്പെടുത്തി. ബോഡി കരക്കടിഞ്ഞു. അത് ഏറ്റുവാങ്ങാനായി ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ജനറൽ മാനേജറുടെ മരണം ഫാക്ടറിയിൽ അനൗൺസ് ചെയ്തേക്കൂ. എന്നിട്ട് 2 ദിവസത്തെ അവധിയും പ്രഖ്യാപിക്കൂ. സർ, ആ കുട്ടി ഞാൻ കണ്ടു. ഈ ടൗണിലുണ്ട്, ഇവിടുത്തെ എൻ്റെ ആളുമായിട്ട്. അവൻ എന്നെ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ സാറിനെയും.